പണ്ടൊരു കാട്ടിൽ ഒരു മുയലും ആമയും താമസിച്ചിരുന്നു. മുയൽ അതിൻ്റെ വേഗതയ്ക്ക് പേര് കേട്ടതാണ്. അതേസമയം ആമ അതിൻ്റെ സ്ഥിരോത്സാഹനത്തിൻ്റെ പേരിലാണ് പേര് കേട്ടത്. കാടിൻ്റെ ഹൃദയഭാഗത്ത് മുയലും ആമയും അവരുടെ കഴിവുകളെക്കുറിച്ച് പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു. മുയൽ പറഞ്ഞു, ഈ വനത്തിലെ ഏറ്റവും വേഗതയേറിയ ജീവി ഞാനാണ്. എൻ്റെ വേഗതയ്ക്ക് തുല്യമാകാൻ ആർക്കും കഴിയില്ല. ആമ പറഞ്ഞു, വേഗത എല്ലാമല്ല കൂട്ടുകാരാ, പരിശ്രമത്തിൻ്റെയും സ്ഥിരോത്സാഹനത്തിൻ്റെയും നിശ്ചയദാർഢ്യവുമാണ് കൂടുതൽ പ്രധാനം. അഹങ്കാരിയായ മുയൽ ആമയുടെ വാക്കുകൾ കേട്ട് ചിരിച്ചു. സ്ഥിരതയോ നിശ്ചയദാർഢ്യമോ, നമുക്ക് നോക്കാം. ആമ ചിരിച്ചുകൊണ്ട്, നമുക്ക് നോക്കാം. രണ്ടുപേരും ഓട്ട മത്സരത്തിന് സമ്മതിക്കുന്നു. മുയൽ ചിരിച്ചുകൊണ്ട്, ഓട്ട മത്സരമോ, നിനക്കെതിരെ? വളരെ നല്ലത്. ആമയ്ക്ക് എത്ര ദൂരം പോകാമെന്ന് തീരുമാനിക്കാം കേട്ടോ. ആമ, നിങ്ങളുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ഓട്ട മത്സര ദിവസം മൃഗങ്ങൾ കാഴ്ച കാണാൻ ഒത്തുകൂടി. എല്ലാവർക്കും ആവേശം. മുയൽ, ഞാൻ റെഡിയാണ്, മത്സരം തുടങ്ങാം. മുയൽ മുന്നോട്ട് കുതിക്കുന്നതോടെ ഓട്ടം ആരംഭിക്കുന്നു. ഒരു പൊട്ടിത്തെറിയോടെ ആമയെ പിന്നിലാക്കി മുയൽ കുതിച്ചു. ജയിക്കുമെന്ന അമിതമായ ആത്മവിശ്വാസത്തോടെ മുയൽ കുതിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആമയെ കാണാൻ പറ്റാത്ത വിധം പുറകിലാണെന്ന് മനസ്സിലാക്കിയ മുയൽ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് സമയമുണ്ടല്ലോ, എന്തിനാണ് ഇത്ര തിരക്ക്? അങ്ങനെ മുയൽ മരച്ചുവട്ടിൽ കിടന്ന് ഒന്ന് കണ്ണടച്ച് മയങ്ങുന്നു. അതിനിടയിൽ ആമ മുയലിൻ്റെ വേഗതയിൽ തളരാതെ പതുക്കെയും സ്ഥിരതയോടും യാത്ര തുടർന്നു. ആമ പറഞ്ഞു, ഞാൻ പതുക്കെ ആയിരിക്കാം, പക്ഷേ ഞാൻ തുടരും. ആമ ഉറച്ച മനസ്സോടെ നടക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയപ്പോൾ മുയൽ എഴുന്നേറ്റു. എന്തോ അപകടം. ആമ ദാ ഫിനിഷിംഗ് പോയിന്റിന് അടുത്തെത്തുന്നു. മുയൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കി വേഗത്തിൽ കുതിച്ചു. പക്ഷെ വൈകിപ്പോയിരുന്നു. മറ്റു മൃഗങ്ങളുടെ ആഹ്ലാദത്തോടെ ആമ ഇതിനകം ഫിനിഷിംഗ് പോയിന്റ് കടന്നു. മുയൽ അന്ന് വലിയൊരു പാഠം പഠിച്ചു. സ്ഥിരതയും ഉറച്ച മനസ്സും ഉള്ളത് കൊണ്ടാണ് ആമ ഈ ഓട്ട മത്സരത്തിൽ വിജയിച്ചത്. അന്നു മുതൽ മുയൽ ആമയോട് ബഹുമാനത്തോടെ പെരുമാറി. സ്ഥിരോത്സാഹനത്തിൻ്റെ ഉറച്ച മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കി. കൂട്ടുകാരെ, ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ എല്ലായ്പ്പോഴും വിജയിക്കുന്നത് ഏറ്റവും വേഗതയേറിയവരല്ല, മറിച്ച് ഒരു ഘട്ടത്തിൽ ഒരടി വീതം മുന്നോട്ട് നീങ്ങുന്നവരാണ്.